കട്ടപ്പന ഗവൺമെന്റ് ഐടിഐയിൽ വിദ്യാർത്ഥികൾക്ക് അറ്റൻഡൻസ് നൽകിയതിൽ ക്രമക്കേട് ആരോപിച്ച് എസ്എഫ്ഐ 20-ാം തീയതി നടക്കുന്ന കോളേജ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കെഎസ്യു പ്രവർത്തകർക്ക് അനുകൂലമായി കോളേജ് അധികൃതർ അനധികൃതമായി അറ്റൻഡൻസ് നൽകിയെന്നാണ് എസ്എഫ്ഐയുടെ ആരോപണം. വരുന്ന 20-ാം തീയതി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് അധ്യാപകർ കെഎസ്യു പ്രവർത്തകർക്ക് അനധികൃതമായി അറ്റൻഡൻസ് നൽകിയിരിക്കുന്നതെന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികൾക്ക് 70% അറ്റൻഡൻസ് വേണമെന്നുണ്ട്. ഇതിൽ 35% മാത്രമുള്ള കെഎസ്യു സ്ഥാനാർത്ഥികൾക്ക് അറ്റൻഡൻസ് കൂടുതൽ നൽകുന്നുവെന്നാണ് എസ്എഫ്ഐയുടെ ആരോപണം. ഐടിഐ ഇലക്ഷന്റെ ഭാഗമായിട്ട് ഇത് കൊടുക്കുന്ന ഘട്ടത്തിൽ അതേ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികൾ എങ്ങനെ ഈ അറ്റൻഡൻസ് 70% എത്തിയെന്നുള്ള രീതിയിൽ പരാതി കൊടുക്കുമ്പോൾ അതിന് കൃത്യമായ ഒരു മറുപടി പറയാനോ അല്ലെങ്കിൽ അതിനുള്ള കൃത്യമായ കാരണങ്ങൾ എവിടെ നിന്നാണ് ഈ അറ്റൻഡൻസ് വരുന്നതെന്നുള്ള കാരണങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടോ വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തയ്യാറാവാത്ത ഒരു സ്ഥിതി കൂടി കാണുന്നുണ്ട്. ഈ അറ്റൻഡൻസ് എവിടെ നിന്നാണ് വരുന്ന അറ്റൻഡൻസ് എന്നുള്ള രേഖകൾ കൃത്യമായി ഏൽപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ അവർ ആകെ മുഴുവൻ അധ്യാപകരെയും വിളിച്ചു നിർത്തിക്കൊണ്ട് മുഴുവൻ സ്റ്റാഫുകളെയും വിളിച്ചു നിർത്തി സ്റ്റാഫ് റൂമിൽ ഇരുന്നുകൊണ്ട് വാതിലടച്ചകത്ത് ഇരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ആ അറ്റൻഡൻസിന്റെ രജിസ്റ്റർ ബുക്കോ അല്ലെങ്കിൽ ഇവിടുന്ന് അറ്റൻഡൻസ് കിട്ടിയത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ പെർമിഷൻ ലെറ്ററോ കാണിക്കാൻ വേണ്ടി പറയുന്ന ഘട്ടത്തിൽ, പരാതിക്കാരനായിട്ടുള്ള വിദ്യാർത്ഥികൾ കാണിക്കാൻ വേണ്ടി പറയുന്ന ഘട്ടത്തിൽ അവർക്ക് ഞങ്ങളെ വിശ്വാസമാണ് എന്നുള്ള രീതിയിലൊക്കെ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പ്രിൻസിപ്പൽ അടങ്ങുന്നവർ പറയുന്ന സ്ഥിതി ഉണ്ടാവുകയാണ്. വിഷയത്തിൽ മറ്റു വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്തെത്തുമ്പോൾ ചിലർക്ക് മാത്രം എങ്ങനെ അറ്റൻഡൻസ് വർദ്ധിച്ചു എന്നതിനെ സംബന്ധിച്ച് മറുപടി പറയുന്നതിനോ വ്യക്തമാക്കുന്നതിനോ അധികൃതർ തയ്യാറായിട്ടില്ല. വിഷയത്തിൽ പ്രതിഷേധം ശക്തമായതോടെ യോഗം ചേരുമെന്ന് പറഞ്ഞ കോളേജ് അധികൃതർ ഓഫീസ് റൂമിൽ വാതിൽ അടച്ചിരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. NSS വോളണ്ടിയർ ആയതിനാൽ മാർക്ക് നൽകിയെന്ന് ചില അധ്യാപകർ പറയുന്നു. എന്നാൽ അതിലും നിയമവിരുദ്ധതയുണ്ടെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. ഇതോടെ പ്രതിഷേധം ശക്തമാവുകയും പ്രത്യക്ഷ സമരമുറയുമായി എസ്എഫ്ഐ രംഗത്ത് വരികയും ചെയ്തു. വരും ദിവസങ്ങളിൽ സമരം കടുപ്പിക്കാനാണ് എസ്എഫ്ഐയുടെ തീരുമാനമെന്ന് ജില്ലാ ജോയിന്റ് സെക്രട്ടറി MS ഗൗതം വ്യക്തമാക്കി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പോലീസ് കോളേജിൽ നിലയുറപ്പിച്ചിരുന്നു.